25,900 പൊട്ടുകയാണെങ്കിൽ എന്തായാലും നാളെ 25,800 ഭാഗത്തേക്ക് നിഫ്റ്റിയുടെ സ്പോട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രിട്ടിക്കൽ ടെക് കോച്ച് ചാർട്ടിംഗ് പവേർഡ് ബൈ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. അടിപൊളി ട്രേഡ് കിട്ടിയ ദിവസമായിരുന്നു ഇന്ന്. പൊതുവേ ഇന്ന് കഴിഞ്ഞ ഒരു മാസം ഒരു ശോകമുഖമായ മാർക്കറ്റ് ആയിരുന്നെങ്കിൽ കൂടി ഇന്ന് നല്ല രീതിയിൽ ട്രേഡ് കിട്ടിയ ദിവസമായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ റെഫറൻസ് ലെവൽ എല്ലാം പൊട്ടി താഴേക്ക് മാർക്കറ്റ് ഇറങ്ങി ഫസ്റ്റ് ടാർഗറ്റും സെക്കൻഡ് ടാർഗറ്റും കിട്ടിയ ദിവസം. അവിടെ ഫസ്റ്റ് ടാർഗറ്റ് സെക്കൻഡ് ടാർഗറ്റ് കിട്ടിയില്ല, ഫസ്റ്റ് ടാർഗറ്റ് കിട്ടിയ ദിവസമായിരുന്നു. സോ അടിപൊളി ട്രേഡിംഗ് ഡേ, ഡൗൺ ഡേ ആയിരുന്നു ഇന്ന് മാർക്കറ്റിൽ ഉണ്ടായിരുന്നത്. നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. നിഫ്റ്റി 26,050 എന്ന ബെയറിഷ് ആദ്യം ഇവിടെ ഒന്ന് പൊട്ടി, പക്ഷേ അടുത്ത പൊട്ടലിൽ സുമാർ താഴേക്ക് ഇറങ്ങി ഫസ്റ്റ് ടാർഗറ്റ് ഓൾമോസ്റ്റ് സെക്കൻഡ് ടാർഗറ്റ് അവിടേക്ക് വന്നു. നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് സെക്കൻഡ് ടാർഗറ്റ് അവിടേക്ക് വന്നു, സെക്കൻഡ് ടാർഗറ്റ് വന്നു, തേർഡ് ടാർഗറ്റിന്റെ അങ്ങോട്ട് വന്നു. ബാങ്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി ബെയറിഷ് ലാസ്റ്റ് മിനിറ്റിലാണ് പൊട്ടിയത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ആ ട്രേഡ് എടുക്കാൻ പറ്റില്ല. ബുള്ളിഷ് റെഫറൻസ് കട്ട് ചെയ്ത് ഇന്ന് മോർണിംഗിൽ പോയി, പക്ഷേ അതൊരു സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയ ദിവസത്തെ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ. പിന്നെ മിഡ് ക്യാപ്പ് നോക്കിക്കഴിഞ്ഞാൽ മിഡ് ക്യാപ്പ് സുമാറായിട്ട് ബെയറിഷ് റെഫറൻസ് കട്ട് ചെയ്ത് താഴേക്ക് ഇറങ്ങി ഫസ്റ്റ് ടാർഗറ്റും സെക്കൻഡ് ടാർഗറ്റും നിയർ ടു ദ തേർഡ് ടാർഗറ്റ് വന്ന ദിവസം. ചുരുക്കി പറഞ്ഞാൽ നല്ലൊരു കിഡിലം ട്രേഡ് ഡേ എല്ലാവർക്കും കിട്ടിയൊരു ദിവസമായിരുന്നു ഇന്ന് മാർക്കറ്റിൽ കടന്നു പോയത്. സോ നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടിയെന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് മാർക്കറ്റ് പ്രൊഫൈൽ ലെവൽസിലേക്ക് കടക്കാം. സോ ആദ്യം ഒരു അറിയിപ്പും കൂടെ എനിക്ക് പറയാനുണ്ട് നിങ്ങളുടെ അടുത്ത്. ഇപ്പോൾ പല ആൾക്കാരും ഇന്നത്തെ യൂട്യൂബ് ലൈവിൽ ചോദിച്ചിട്ടുണ്ട്, എന്താണ് മെന്ററിങ്, എങ്ങനെ മെന്ററിങ് ട്രേഡ് ചെയ്യണത്, എന്തൊക്കെ സെറ്റപ്സ് ഉണ്ട് പഠിപ്പിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറിച്ച് എന്ന് ബാച്ച് തുടങ്ങും, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ട്രേഡ് സെറ്റപ്പ് എന്തൊക്കെയാണ്, അങ്ങനെയൊക്കെ പല ഡൗട്ട്സ് ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ പറഞ്ഞു. ഞങ്ങൾ വരാൻ പോകുന്ന ഈ ഡിസംബർ മാസത്തിൽ ഒരു ലിമിറ്റഡ് സീറ്റോട് കൂടിയുള്ള ഒരു മെന്ററിങ്ങിന്റെ ബാച്ച് ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്യണേ. കുറച്ച് നാളെ ഞാൻ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്ന ബാച്ചായിരുന്നു, വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്ക് മെന്ററിങ്ങിന്റെ ബാച്ചിൽ ജോയിൻ ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഈ തമിഴിൽ കാണിച്ച നമ്പറിൽ ബന്ധപ്പെടുകയാണെങ്കിൽ അവർ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു തരും. എന്തൊക്കെ റൂൾസ് ഫോളോ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അതിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ടാവും. സോ നമുക്ക് നേരെ സ്ട്രേറ്റ് മാർക്കറ്റ് പ്രൊഫൈൽ ലെവൽസിലേക്ക് പോവാം. സോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മിഡ് ക്യാപ്പ് നോക്കിക്കഴിഞ്ഞാൽ മിഡ് ക്യാപ്പ് ഒരു പക്ക ന്യൂട്രൽ സ്ട്രീം ഡൗൺ ഡേ ആണ്. മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് ഒരു ഫെയിൽഡ് ഓപ്ഷൻ. ഇന്നത്തെ ട്രെൻഡ് ചേഞ്ച് വീണ്ടും മിഡ് ക്യാപ്പിൽ കാണിച്ചു. നേരത്തെ 14,000ന്റെ ഭാഗത്ത് ഇവിടെ ഒരു ട്രെൻഡ് ചേഞ്ച് കാണിച്ച 14,073ന്റെ ഭാഗത്ത് ട്രെൻഡ് ചേഞ്ച് കാണിച്ച മിഡ് ക്യാപ്പ് ഇന്ന് വീണ്ടും ട്രെൻഡ് ചേഞ്ച് 13,900ന്റെ ഭാഗത്ത് കാണിച്ചു. ചുരുക്കി പറഞ്ഞാൽ മിഡ് ക്യാപ്പ് പറയാണ് ഞാൻ ഇനിയും താഴോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ട്രെൻഡ് ചേഞ്ച് ഇൻഡിക്കേഷനോട് കൂടിയാണ് മിഡ് ക്യാപ്പ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. വിത്ത് സ്പൈക്ക് ക്ലോസ് ആണ്. അപ്പൊ സെല്ലിങ്ങിന്റെ ഒരു ആധിക്യം ലാസ്റ്റ് മിനിറ്റിൽ നല്ല രീതിയിൽ കണ്ടു മാർക്കറ്റിൽ. അതുകൊണ്ടാണ് ഈ മാർക്കറ്റ് ഡൗൺ. നിഫ്റ്റി 25,800 വരുമോ എന്ന് ഞാൻ പറഞ്ഞുള്ള ക്യാപ്ഷന്റെ ആൻസർ നിഫ്റ്റിയുടെ ക്ലിയർ ആക്കി ഞാൻ പറയും. സോ മിഡ് ക്യാപ്പ് ഒരു ഡൗൺവേർഡ് ട്രെൻഡിലേക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നു മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ. സോ ഒരു സ്പൈക്ക് ക്ലോസ് ആണ് മിഡ് ക്യാപ്പിൽ. നമ്മുടെ POC വന്നേക്കുന്നത് 13,821ന്റെ ഭാഗത്താണ് POC. ഇപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഈ POC ഒന്ന് മാറ്റി വരച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. മിഡ് ക്യാപ്പിന് ആദ്യം സപ്പോർട്ടിൽ എല്ലാ ലെവൽസും ഞാൻ ഒന്ന് താഴോട്ട് വരയ്ക്കട്ടെ. മിഡ് ക്യാപ്പിന്റെ POC വന്നേക്കുന്നത് 13,822ന്റെ ഭാഗം 13,821ന്റെ ഭാഗത്താണ് മിഡ് ക്യാപ്പിന്റെ POC വന്നിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് ഈ ബെയറിഷ് റെഫറൻസ് എന്തായാലും അവിടെ ആയിരുന്നു. ഇന്നലത്തെ ബെയറിഷ് റെഫറൻസിന്റെ ഭാഗത്താണ് ഇന്നത്തെ POC. 13,821ന്റെ ഭാഗത്താണ് POC വന്നിരിക്കുന്നത്. ഇനി ബുള്ളിഷ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ 13,900ന് മുകളിൽ 13,900ന് മുകളിൽ മാത്രമേ ഞാനൊരു ബൈയെ കുറിച്ച്, അല്ലെങ്കിൽ ഇന്നത്തെ ഹൈ എവിടെയാണ് മിഡ് ക്യാപ്പിൽ ഇന്നത്തെ ഹൈ എന്ന് പറയുമ്പോൾ 13,900. ഈ ഒരു ഹൈ എത്ര 13,889ന്റെ ഭാഗത്താണ് ഹൈ വന്നിരിക്കണം. ഞാൻ 13,900 വെച്ചു. അതിന് മുകളിൽ മാത്രമേ ഞാൻ ബൈയെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് 13,951 2 ദിവസം മുമ്പുള്ള വാല്യൂ ഏരിയ ഹൈയുടെ ഭാഗത്തെ 13,951ന്റെ ഭാഗത്തേക്ക് വരാം. അതിന് മുകളിൽ നിൽക്കുമ്പോൾ 14,200ന്റെ ഭാഗത്ത് എത്രയാണ് 14,002 14,002ന്റെ ഭാഗത്തേക്ക് വരാം. 14,002ന്റെ ഭാഗത്തേക്കും വരാനും അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 14,050ന്റെ ഭാഗത്തേക്ക് എത്രയാണ് 14,050യുടെ ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതൽ. ഇതാണ് എന്റെ മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് എന്റെ റെഫറൻസ് ലെവലുകൾ.
പിന്നെ ഡൗൺവേർഡ് റെഫറൻസ് ലെവൽ ഒന്ന് നോക്കണം, കാരണം ഡൗൺവേർഡ് റെഫറൻസ് ലെവൽ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഫ്രഷ് സെൽ എന്ന് പറഞ്ഞാൽ മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഗ്യാപ്പൊക്കെ സോണൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. സോ എന്നെ സംബന്ധിച്ച് ഇനി ഞാൻ മിഡ് ക്യാപ്പിൽ 13,700 താഴെ മാത്രമേ ഒരു സെല്ല് എടുക്കുള്ളൂ. സ്പോട്ടിൽ 13,700 പൊട്ടുകയാണെങ്കിൽ വീണ്ടും ഒരു സെല്ലിങ്ങിലേക്ക് മിഡ് ക്യാപ്പ് വരാൻ ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് നാളെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് വരികയാണെങ്കിൽ ഇതെല്ലാം നാളെ ബാധിക്കും. സോ 13,700 പൊട്ടുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് 13,660 ഭാഗത്ത് വരും. അവിടെ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുണ്ട്. ഒരു സിംഗിൾ പ്രിന്റ് ആണ് 13,660. ഓട്ടകൾ അടച്ചു മാത്രമേ പോകാൻ പറ്റുള്ളൂ. അതിന് താഴെ അടുത്തത് വരുന്നത് 13,603. എത്രയാണ്? 13,603, 13,603 ഭാഗത്തേക്ക്. ആ ഭാഗത്തേക്ക് ഓട്ട അടയ്ക്കാൻ വരാം. അതിന് താഴെ നിൽക്കുകയാണെങ്കിൽ ഈ പി ഒ സി നിങ്ങൾ കണ്ടല്ലോ, 603 പൊട്ടുകയാണെങ്കിൽ കൃത്യമായി പറഞ്ഞ നേരത്തെ പി ഒ സി ആയ ഈ ഒരു പി ഒ സി കഴിഞ്ഞ 11th ട്യൂസ്ഡേയുടെ പി ഒ സി ആയ 13,521 ഭാഗത്ത്. സോ 600 പൊട്ടുകയാണെങ്കിൽ ഒരു കിടിലൻ ട്രേഡ് നിങ്ങൾക്ക് കിട്ടും. 13,521 ഭാഗത്തേക്ക് മിഡ് ക്യാപ്പിന്റെ സ്പോട്ട് വരാനുള്ള ചാൻസ് വളരെ കൂടുതൽ. ചുരുക്കി പറഞ്ഞാൽ 13,603 പൊട്ടായിരിക്കാൻ പ്രാർത്ഥിക്കുക. മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് ഹെവി സെല്ലിംഗ് വരാനുള്ള ചാൻസ് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് വളരെയധികം കൂടുതലായിരിക്കും. നമുക്കിനി നോക്കേണ്ടത് അടുത്തത് ഇനി ബാങ്ക് നിഫ്റ്റി ബുള്ളിഷ് റെഫറൻസിന്റെ അവിടെ ഒന്ന് റിവേഴ്സ് ചെയ്ത് ന്യൂട്രൽ സ്ട്രീം ഡൗൺ ആണ്. എഫ് എ വന്നിട്ടില്ല. ഡേ ടൈപ്പ് ഒരു ഓപ്പൺ ഓപ്ഷൻ ആയിരുന്നു. ന്യൂട്രൽ സ്ട്രീം ഡൗൺ ആണ്. എഫ് എ തന്നിട്ടില്ല. പി ഒ സി വന്നിരിക്കുന്നത് 59,201 ഭാഗത്താണ് പി ഒ സി വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ പി ഒ സി ഒന്ന് തട്ടി എവിടെ വയ്ക്കാം? 59,201 ഭാഗത്തേക്ക് ഞാൻ ആ പി ഒ സി ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി എന്റെ ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ 59,300 മുകളിൽ 59,300 മുകളിൽ മാത്രമേ ഞാനൊരു ബൈയെ കുറിച്ച് ചിന്തിക്കുന്നു. 59,300 അല്ലെങ്കിൽ 59,335 വയ്ക്കാമേ. പഴയ പി ഒ സി ആണ്. 59,335 മുകളിൽ മാത്രമേ ഞാൻ ബൈ എടുക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് 59,451, 59,451. സെക്കൻഡ് ടാർഗറ്റ് 59,575, 59,575. തേർഡ് ടാർഗറ്റ് 59,675 ഭാഗത്തേക്കും വരാം. ടാർഗറ്റ് സബ്സൈഡ് ഒന്നും മാറ്റമില്ല. ഇനി സെല്ലിങ്ങിന്റെ ടാർഗറ്റ് ഒന്ന് മാറ്റമുണ്ട്. ഇനി സെല്ലിംഗ് എന്ന് പറയുന്നത് സ്പൈക്കോട് കൂടിയാണ് മാർക്കറ്റ്. സ്പൈക്ക് സെല്ലോട് കൂടി വന്നിരിക്കുന്നത്. അപ്പം 58,880, 58,600 ഇടയ്ക്ക് നല്ല സ്പൈക്ക് ഉണ്ട്. അപ്പം ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഇനി ഒരു സപ്പോർട്ട് എന്ന് പറയുമ്പോൾ 58,582 താഴെ സെല്ലിംഗ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. 58,582 താഴെ വീണ്ടും ഒരു സെല്ലിംഗ് സ്റ്റാർട്ട് ചെയ്യും. 582 വേണ്ട, 58,600 വയ്ക്കാം. 58,600 താഴെ, 58,600 താഴെ ബാങ്ക് നിഫ്റ്റിയുടെ സെല്ലിങ്ങിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. സോ അത് പൊട്ടിയാൽ ഫസ്റ്റ് 58,483 ഭാഗത്തേക്ക്, 58,483 ഭാഗത്തേക്ക് വരാം. സെക്കൻഡ് ടാർഗറ്റ് ഈ പി ഒ സി 333, 58,333 ഭാഗത്തേക്ക്, 58,333 ഭാഗത്തേക്കും. അതിന് താഴെ പൊട്ടിക്കഴിഞ്ഞാൽ 58,252. എത്രയാണ്? S3 എന്ന് പറയുമ്പോൾ 58,152 ഭാഗത്തേക്കും വരാം. ചുരുക്കി പറഞ്ഞാൽ 58,600 പൊട്ടാണെങ്കിൽ ഈ 58,333 ഭാഗം വരെ വരാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെയധികം കൂടുതലാണ്. സോ നിങ്ങൾ ഈ റെഫറൻസ് ലെവൽ മാറ്റി വായിച്ചു വയ്ക്കുക, റെഫറൻസ് മാർക്ക് ചെയ്യുക. ഇന്നത്തെ ലോവർ ലെവൽ പൊട്ടിക്കഴിഞ്ഞാൽ ഹെവി സെല്ലിങ്ങിന് ചാൻസ് നാളെ കൂടുതലാണ്. പ്രത്യേകിച്ച് നാളെ എക്സ്പയറി ആണ്. അത് മനസ്സിൽ കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കുക. ഇനി നമുക്ക് നമ്മുടെ നിഫ്റ്റി ചെറുക്കാനടുത്ത് പോവാം. സോ നിഫ്റ്റി നല്ല രീതിയിൽ സെല്ലിങ്ങോട് കൂടി അവസാനിച്ചൊരു ദിവസമായിരുന്നു. ഇന്ന് മുകളിലത്തെ ഭാഗത്ത് ന്യൂട്രൽ സ്ട്രീം വന്ന് ഫെയിൽഡ് ഓപ്ഷൻ കൂടി മാർക്കറ്റ് വന്ന ദിവസമായിരുന്നു നിഫ്റ്റിയിൽ. നിഫ്റ്റിയെ സംബന്ധിച്ച് നോക്കുന്നത് ഹൈ 26,147 ഭാഗത്ത് എഫ് എ ഉണ്ട്. അത് നല്ല സ്പൈക്ക് 26,015 തൊട്ട് 26,918 ഏകദേശം 110 പോയിന്റോളം സ്പൈക്കോട് കൂടിയാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഏകദേശം പറഞ്ഞാൽ 25,912 നല്ല സ്പൈക്കോട് കൂടിയാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്നെ സംബന്ധിച്ച് പി ഒ സി ഇപ്പോഴും നിൽക്കുന്ന 26,994 ഭാഗത്താണ് പി ഒ സി നിൽക്കുന്നത്. പി ഒ സി ചെറുതായിട്ടൊന്ന് താഴേക്ക് വന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഓളിയത്തിന്റെ കോൺസെൻട്രേഷൻ താഴേക്ക് വന്നിട്ടില്ല. അതിനർത്ഥം സെല്ലിംഗ് ഇനിയും സെല്ലേഴ്സിന്റെ സ്ട്രെങ്ത് ഇനിയും കൂടുതലാണ്. ഇനി ബെയറിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ 25,900 താഴെ ഞാൻ സെല്ലിംഗ് എടുക്കുക. എത്രയാണ്? 25,900 താഴെ, 25,900 താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ഞാൻ ചിന്തിക്കും. ഇനി ഫ്രഷ് സെല്ലിംഗ് അങ്ങനെയാണെങ്കിൽ ബൈ ടാർഗറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും 25,852 ഭാഗത്തേക്ക്. എത്ര? 25,852. ഫസ്റ്റ് ടാർഗറ്റ് എത്രയാണ്? 25,852 ഭാഗത്തേക്ക് ചിന്തിക്കാം. അതിന് താഴെ അടുത്ത വരുന്ന സമയത്ത് അടുത്ത ടാർഗറ്റ് എന്ന് പറയുമ്പോൾ
കൃത്യമായി പറയുകയാണെങ്കിൽ അടുത്തത് ഈ POC 25806 ഭാഗത്തേക്ക് 25,800. അതുകൊണ്ടാണ് ഞാൻ 25,800 വരുമെന്ന് വെച്ചത്. 25,900 പൊട്ടുകയാണെങ്കിൽ എന്തായാലും നാളെ 25,800 ഭാഗത്തേക്ക് നിഫ്റ്റിയിൽ സ്പോട്ട് വരാൻ ചാൻസ് ഉണ്ട്. 806 പൊട്ടുകയാണെങ്കിൽ അടുത്തത് 25,741 ഭാഗത്തേക്ക് എത്രയാണ് 25,741 ഭാഗത്തേക്കും ചുരുക്കി പറഞ്ഞാൽ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. 25,900 പൊട്ടുകയാണെങ്കിൽ 25,800 ഭാഗത്തേക്ക് നിഫ്റ്റി എത്താനുള്ള ചാൻസ് വളരെയധികം കൂടുതൽ. അപ്പോൾ റഫറൻസ് കൃത്യമായിട്ട് മാർക്ക് ചെയ്തിരിക്കുക. ഇനി ബുള്ളിഷ് റഫറൻസ് എന്ന് പറയുമ്പോൾ ഞാൻ എടുക്കുന്നത് 26,150 മുകളിൽ 26,150 മുകളിൽ മാത്രമേ ഞാൻ ഒരു ബൈ എടുക്കുന്നുള്ളൂ. ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പം 26,184 26,184. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പം 26,232 26,232. തേർഡ് ടാർഗറ്റ് നമ്മൾ 26,280. എത്രയാണ് 26,280. ഇതായിരിക്കും എന്നെ സംബന്ധിച്ച് നിഫ്റ്റിയുടെ അപ്പർ ലെവൽസുകളെല്ലാം. കൃത്യമായി നിങ്ങൾ ഈ റെഫറൻസ് ലെവൽ മാർക്ക് ചെയ്യുക, ട്രേഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. സോ ഒരു കാര്യം മനസ്സിൽ എപ്പോഴും ഓർത്ത് വെച്ചേക്കുക, ട്രേഡിംഗ് ചെയ്യുമ്പോൾ നിങ്ങൾ ആ റെഫറൻസ് ലെവൽ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യാൻ വേണ്ടി ട്രേഡ് ചെയ്യുക. നിങ്ങൾക്ക് ട്രേഡിങ്ങിന്റെ ലോട്ട്സസ് കുറച്ച് മാക്സിമം ട്രേഡ് ചെയ്ത് റിസ്ക് കുറച്ച് ട്രേഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. മെന്ററിംഗിന്റെ ബാച്ച് പുതിയ തുടങ്ങാൻ പോകുന്നുണ്ട്. വരള്ള ലിമിറ്റഡ് സീറ്റ് മാത്രമേ ഉള്ളൂ. ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ദയവായി തമ്മിൽ കാണിച്ച നമ്പറിൽ ബന്ധപ്പെടുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങളുടെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് വീഡിയോ അയച്ചു കൊടുക്കാനും മറക്കാതിരിക്കുക. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.